മാധ്യമങ്ങളും ഒന്നും ചർച്ച ചെയ്യാത്തൊരു മേഖലയാണ് JSW സ്റ്റീൽ. അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സാധാരണക്കാർക്ക് അതിൻ്റെ ഒരു വലിയൊരു ധാരണയില്ല എന്ന് തോന്നുന്നു. കാരണം JSW സ്റ്റീലിനെ സംബന്ധിച്ചിട്ട് അവരുടെ ഭൂഷൺ സ്റ്റീൽ ഏറ്റെടുത്തുമായി ബന്ധപ്പെട്ട നടപടികൾ റദ്ദാക്കിക്കൊണ്ട് അതൊരു ഇല്ലീഗൽ നടപടിയായിരുന്നു. അത്തരത്തിലൊരു ഉത്തരവാണ് സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഒരു സാധാരണ നിക്ഷേപകനെ സംബന്ധിച്ചിട്ട് എന്തുകൊണ്ടാണ് ഇത് എങ്ങനെയായിരിക്കും എഫക്റ്റ് ചെയ്യുക? അല്ലെങ്കിൽ JSW സ്റ്റീൽ എന്നൊരു കമ്പനിനെ കഴിഞ്ഞ മാസം നമ്മൾ ഇതേ ഫോറത്തിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു സ്റ്റീൽ കമ്പനിയാണ്. അതിനെ കാര്യമായിട്ട് ബാധിക്കും, അവരുടെ മാർജിനെ ബാധിക്കും എന്നതടക്കമുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് സാധാരണക്കാരിലേക്ക് എത്തിക്കാറുണ്ട്. സർ, ആദ്യം തന്നെ എന്താണ് ഈ ഇഷ്യൂ? അനിൽ, അത് ചോദിച്ചു തന്ന കാര്യം, ഞാൻ എൻ്റെ കുടുംബമായിട്ട് ഇന്നലെ ഫോറം മോളിലേക്ക് പോയപ്പോഴും നമ്മുടെ ഒരു പ്രേക്ഷകനെ കാണാനിടയായി. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് ചോദിച്ച കാര്യം വെച്ചാൽ JSW സ്റ്റീൽ അദ്ദേഹം ഹോൾഡ് ചെയ്യണ സ്റ്റോക്കായിരുന്നു. എനിക്ക് തോന്നുന്നു വെള്ളിയാഴ്ച 6% അങ്ങോട്ട് താഴെ പോയിരുന്നു, എന്താണ് 56 രൂപ അങ്ങോട്ട് താഴെ പോയിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ അദ്ദേഹം ചോദിച്ചിരുന്നു ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. ഞാൻ അദ്ദേഹത്തിന് പേഴ്സണലി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തെങ്കിലും അദ്ദേഹം പറയുന്നത് ഈ കാര്യങ്ങൾ ഞങ്ങൾക്ക് ഒന്ന് ഡെസിഫർ ചെയ്യാൻ അറിയില്ല, നമുക്ക് പറയണം. പിന്നെ മെയിൻലി മൈഫിൻ്റെ ഒരു മാൻഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റോക്കുകളെ കുറിച്ച് മാത്രം പറയുക എന്നല്ല, ഒരു എഡ്യൂക്കേറ്റഡ് ഒരു നോളജ് ബേസ്ഡ് പ്ലാറ്റ്ഫോമും കൂടെയാണ് നമ്മൾ. അപ്പം നമ്മൾ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളെ സിമ്പിളായിട്ട് നമുക്കറിയാവുന്ന രീതിയിൽ, നമ്മൾ വലിയൊരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ആളൊന്നും അല്ല, വലിയ ആൾക്കാരൊന്നും അല്ലെങ്കിലും നമ്മൾ വേണ്ട രീതിയിൽ സിമ്പിളായിട്ട് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്നുള്ളൊരു മിഷനും കൂടെ നമുക്കുള്ളതുകൊണ്ട് നമുക്കത് പറയേണ്ടിയിരിക്കുന്നു. ഞാൻ അനിലെ ചോദിച്ചത് നന്നായി. JSW സ്റ്റീലിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഒന്നാമത്തെ കാര്യം, JSW സ്റ്റീൽ ഇന്ന് ഞാൻ നോക്കുമ്പോൾ ഏതാണ്ട് 1% ഡൗൺ ആയിട്ടുള്ള 962 റുപ്പീസാണ്. കാരണം എന്താ പറയുക, ഈ ഒരു ഡിസിഷൻ കാരണം JSW സ്റ്റീലിൽ ഉണ്ടാവുന്ന ഇമ്പാക്റ്റ് മിക്കവാറും 47 രൂപയായിരിക്കുമെന്നാണ് ഒരു റിസർച്ച് കാണിക്കുന്നത്. ഓൾറെഡി 56 രൂപ തന്നെ വെള്ളിയാഴ്ച തന്നെ പോയി. അതുകൊണ്ട് ഏതാണ്ട് ഇനി മിനിമൽ ഇമ്പാക്ട് മാത്രമേ ഉള്ളൂ എന്നുള്ളത് ഞാനൊരു പ്രിഫേസ് ആയിട്ട് പറഞ്ഞു വെക്കാം. ഡിസ്കൗണ്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇനിഷ്യൽ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതിനകത്തുള്ള ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ശരിയാണ്, അല്ല പറഞ്ഞത് ശരിയാണ്, മാർച്ച് 26 നമ്മൾ ഈ ന്യൂസ് ബ്രേക്ക് ചെയ്തത്. അതായത് JSW സ്റ്റീൽ ബിക്കെയിംസ് ദ മോസ്റ്റ് വാല്യുബിൾ സ്റ്റീൽ കമ്പനി ഇൻ ദ വേൾഡ് എന്നുള്ളത്. അതായത് നമ്മുടെ അമേരിക്കൻ ന്യൂകോർ കോർപ്പറേഷനെക്കാട്ടിലും അല്ലെങ്കിൽ ലക്സംബർഗ് ബേസ്ഡ് ഇന്ത്യൻ ഓൺട്രപ്രണറായ ലക്ഷ്മി എൻ മിത്തലിന്റെ ആർസിലോർ മിത്തലിനെക്കാട്ടിലും, നിപ്പോൺ സ്റ്റീൽ, ജാപ്പനീസ് നിപ്പോൺ സ്റ്റീലിനെക്കാട്ടിലും, ടാറ്റ സ്റ്റീലിനെക്കാട്ടിലും മാർക്കറ്റ് ക്യാപ്പ് വൈസ് എന്ന് പറയുമ്പോൾ സെയിൽസ് വൈസ് അല്ല, പ്രോഫിറ്റ് വൈസും അല്ല, മാർക്കറ്റ് വാല്യൂ അനുസരിച്ച്, അതായത് JSW സ്റ്റീലിന്റെ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് മൾട്ടിപ്ലൈഡ് ബൈ മാർക്കറ്റിലെ പ്രൈസ് നോക്കുമ്പോഴാണല്ലോ നമ്മൾ ഈ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത്. ആ മാർക്കറ്റ് ക്യാപ്പിൽ ഏറ്റവും വാല്യുബിൾ കമ്പനി ആയിട്ട് ഒരു ന്യൂസ് വന്നേ ഉള്ളൂ. വളരെ ഈ കൂടുതൽ നമ്മൾ ഒരെണ്ണത്തിനെ കുറിച്ച് അട്രാക്ട് ചെയ്യുമ്പോൾ അതിന് നെഗറ്റീവായിട്ട് സംഭവിക്കുമെന്ന് പറയും പോലെയാണ്. ഈ സംഭവം എന്ന് വെച്ചാൽ, പണ്ട് ഇന്ത്യയിൽ ഈ സർഫേസി, അതായത് പൊട്ടിപ്പോകുന്ന കമ്പനികൾ, അതായത് ലോൺ എടുത്തിട്ട് റീപേയ്മെന്റ് ചെയ്യാൻ കഴിവില്ലാത്ത കമ്പനികളെ ഈ DRT, സർഫേസി ആക്ട് എന്നുള്ള രീതിയിൽ കൂടെയാണ് കൊണ്ടുവരുന്നത്. അത് ഏതാണ്ട് ആ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ വളരെ ടൈം കൺസ്യൂമിംഗ് ആയിട്ട്, അതായത് ജീവിച്ചിരിക്കുന്ന കാലത്ത് നമുക്ക് ഇതിന്റെ പൈസയൊന്നും തിരിച്ച് കിട്ടില്ല. അതിന്റെ ഷെയർ ഹോൾഡേഴ്സിന് അല്ലെങ്കിൽ അതിന്റെ വെൻഡേഴ്സിന്, എംപ്ലോയീസിന് ഒന്നും കിട്ടാറില്ല. ഒരു കമ്പനി ലോൺ എടുത്ത് നശിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്ട് തീർന്നു എന്നുള്ള രീതിയിൽ ആ ഒരു കുറവ് മാറ്റാൻ വേണ്ടി എനിക്ക് തോന്നുന്നു 2016 മരിച്ചുപോയ നമ്മുടെ എർസ്റ്റ്വൈൽ ഫിനാൻസ് മിനിസ്റ്റർ അരുൺ ജെയ്റ്റ്ലി കൊണ്ടുവന്നതാണ് ഈ പറഞ്ഞ പോലെ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ്. ഈ ഇൻസോൾവൻസി ബാങ്ക്രപ്സി കോഡ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ എനിക്ക് തോന്നുന്നു പാർലമെന്റ് 2016 അത് മേയിലാണെന്ന് തോന്നുന്നു പാർലമെന്റിൽ പാസ്സാക്കിയത്. 2016 ഡിസംബറിൽ അത് റൂളായിട്ട് മാറുകയും ചെയ്തു. അത് ബേസ് ചെയ്തിട്ട് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഏതെങ്കിലും ഒരു കമ്പനിക്ക് ഇതേപോലെ റീപേയ്മെന്റിന് ഒരു പ്രോബ്ലം വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡിലേക്ക് പോവാം. ഇത് ആർക്ക് റെക്കമെൻഡ് ചെയ്യാം? കമ്പനിക്ക് തന്നെ റെക്കമെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ അവിടുത്തെ ഉള്ള എംപ്ലോയീസിന് റെക്കമെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ അവരുടെ ഷെയർ ഹോൾഡേഴ്സിന് റെക്കമെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ അവർക്ക് ലോൺ കൊടുത്ത ബാങ്ക്സ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ചെയ്യാം, അല്ലെങ്കിൽ വെൻഡേഴ്സിന് ചെയ്യാം, ഷെയർ ഹോൾഡേഴ്സിന്, ആർക്ക് വേണമെങ്കിലും ചെയ്യാം എന്നുള്ള രീതിയിൽ അവർക്ക് റെക്കമെൻഡ് ചെയ്യാം. അതായത് ഇതിനെ ഒന്ന് എടുത്തിട്ട് റീഓർഗനൈസ് ചെയ്ത് തരും. റീഓർഗനൈസ് ചെയ്ത് വരുമ്പോൾ 3 രീതിയിൽ, അതായത് അതിനെ ഒന്ന് മാനേജ് ചെയ്ത് റീസ്ട്രക്ചർ ചെയ്ത് റൺ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അതിനെ വേറൊരു കമ്പനിക്ക് വിറ്റ് നടത്തിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ 3 ഇതൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ലിക്വിഡേറ്റ് ചെയ്ത് അതിന്റെ അസറ്റ്സ് എല്ലാം സെല് ചെയ്തിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും പ്രയോറിറ്റീസ് അനുസരിച്ച്, പ്രയോറിറ്റി എന്ന് പറയുമ്പോൾ ആദ്യം കൊടുക്കുന്നത് ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ആണ്. ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ കൊളാറ്ററൽ വെച്ചിട്ട് ലോൺ എടുത്തിട്ടുള്ള ബാങ്ക്സിനും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ആദ്യം കൊടുക്കും. രണ്ടാമത് കൊളാറ്ററൽ വയ്ക്കാത്ത ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കൊടുക്കും. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ വെൻഡേഴ്സ്, പിന്നെ എംപ്ലോയീസ്, പിന്നെ ഇതിനുള്ള എക്സ്പെൻസ് ഉണ്ടല്ലോ, അതാണ് ആദ്യം. അതായത് ഈ പ്രോസസ്സ് ചെയ്യാനുള്ള എക്സ്പെൻസ് ആണ് ആദ്യം കൊടുക്കുക എന്നുള്ളത്. അത് കഴിഞ്ഞാണ് ഈ പറയുന്ന പോലെ ബാങ്ക്സിനും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും കൊളാറ്ററൽ കൊടുത്ത കമ്പനികൾ, കൊളാറ്ററൽ കൊടുത്ത ബാങ്കുകൾ, അത് കഴിഞ്ഞ് കൊളാറ്ററൽ കൊടുക്കാത്ത ബാങ്കുകൾ, പിന്നെ ഈ പറയുന്ന പോലെ നമ്മൾ എംപ്ലോയീസ്,
അതിനകത്ത് സപ്ലൈ ചെയ്തവർ, ഇതൊക്കെ ലാസ്റ്റ് ആണ് ഒരു നമ്മളെ പോലത്തെ സാധാ ഷെയർ ഹോൾഡേഴ്സ് കിടക്കുന്നത്. അത് അസറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടും, ഇല്ലെന്നുണ്ടെങ്കിൽ. അപ്പൊ ഈ ഒരു പ്രോസസ് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് കൊണ്ടുവന്നു. അന്ന് RBI ശരിക്കും പറഞ്ഞാൽ ഈ ഭൂഷൺ സ്റ്റീൽ, ഈ ശരിക്കും പറഞ്ഞാൽ ഭൂഷൺ സ്റ്റീൽ അല്ല കേട്ടോ, ഭൂഷൺ പവർ ആൻഡ് സ്റ്റീൽ, 2 കമ്പനിയുണ്ട്. ഭൂഷൺ സ്റ്റീലും ഉണ്ട്, ഭൂഷൺ പവർ ആൻഡ് സ്റ്റീൽ, 2 കമ്പനി ഉണ്ട്. അതായത് ഈ സേഗൽസ് എന്ന് പറഞ്ഞ ഫാമിലിയാണ് ഈ ഭൂഷൺ, ഈ ടോട്ടൽ കൺസോളിഡേറ്റഡ് കമ്പനിയെ കൺട്രോൾ ചെയ്തത്. അതിൽ മൂത്ത ചേട്ടനും ഇളയ അനിയനും അച്ഛനും ഒരു സൈഡിൽ, മൂത്ത ചേട്ടൻ ഒരു സൈഡിൽ എന്ന് പറഞ്ഞ് വലിയൊരു ഫാമിലി ഡിസ്പ്യൂട്ട് 2011 ഉണ്ടായി. അതിനെ ബേസ് ചെയ്ത് ഫാമിലി സ്പ്ലിറ്റ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഈ ഭൂഷൺ സ്റ്റീൽ ആൻഡ് പവർ ഒരാൾക്കും ഭൂഷൺ സ്റ്റീൽ വേറെ ആൾക്കും കൊടുത്തു. ഏതാണ്ട് 6 കൊല്ലമേ മക്കൾ നടത്തിയുള്ളൂ, അപ്പോഴത്തേക്കും ലോണൊക്കെ വെച്ച് ഡിഫോൾട്ട് ആയി എന്നുള്ള. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഭൂഷൺ പവർ ആൻഡ് സ്റ്റീൽ 47,000 കോടി ലോണും ഡിഫോൾട്ടും, മറ്റേ ഭൂഷൺ സ്റ്റീൽ ഏതാണ്ട് 55,000 കോടി ഡിഫോൾട്ടുമാണ് സംഭവിച്ചതെന്നുള്ളത്. ഈ മക്കളെയൊക്കെ അറസ്റ്റ് ചെയ്തു കേട്ടോ. EDയുടെ ഒരു ഇതും മറ്റേ എൻക്വയറി അതും ഇതൊക്കെ വന്ന് മക്കളെയൊക്കെ അറസ്റ്റ് ചെയ്തു. അതായത് ഇപ്പൊ RBI കുറച്ച് കമ്പനികളെ, അതായത് ആംടെക് ഓട്ടോ ഉൾപ്പെടെ ഒരു 12 കമ്പനികളെ ഡർട്ടി ഡസൻ ആയിട്ട് പറഞ്ഞിരുന്നു. അതായത് ലോൺ എടുത്ത് ഡിഫോൾട്ട് ചെയ്ത്, നമുക്കറിയാലോ UPAയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ലോണിനെ കുറിച്ചുള്ള ഒരു ഡിസ്കഷനും അതിനെ ബേസ് ചെയ്ത് ബാങ്കിന്റെ ലോൺ ഏതാണ്ട് 3.5 lakh crore 3.5 ലക്ഷം കോടിയുടെ ബാങ്കിന്റെ ഡിഫോൾട്ട് ഉണ്ടായിരുന്നു അക്കാലത്ത് തന്നെ. അപ്പൊ RBI ഒരു ഡർട്ടി ഡസൻ 1967 ലീ മാർവിനും ചാൾസ് ബ്രോൺസണും ഒക്കെ അപേക്ഷിച്ച ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. അതിന്റെ പേരിലാണ് ഇവരുടെ 12 ഡിഫോൾട്ടിംഗ് കമ്പനീസ്, അതിനെ ഡർട്ടി ഡസൻ എന്നാണ് RBI പറഞ്ഞിരുന്നത്. അങ്ങനെ കമ്പനിയിൽ പെട്ടതാണ് ഈ ഭൂഷൺ പവർ ആൻഡ് സ്റ്റീൽ എന്ന് പറയുന്ന കമ്പനി. ഈ ഭൂഷൺ സ്റ്റീലിനെ ഇതേപോലെ ബാങ്ക്രപ്സി കോഡ് വെച്ചിട്ട് NCLTയിൽ ടാറ്റ സ്റ്റീൽ ഏറ്റെടുത്തു ഭൂഷൺ സ്റ്റീലിനെ. ഈ ഭൂഷൺ പവറിന്റെ ആണ് ഇപ്പൊ വന്നിരിക്കുന്ന ഒരു ഇഷ്യൂ. അപ്പൊ ഈ ഭൂഷൺ പവർ ശരിക്കും പറഞ്ഞാൽ ഈ NCLTയുടെ പ്രോസസ്സ് ഞാനൊന്ന് പറഞ്ഞു വെക്കാം. NCLTയുടെ പ്രോസസ്സ് എന്ന് വെച്ചാൽ ഏതെങ്കിലും ബാങ്കിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു കമ്പനിക്ക് ഇത് അവർക്ക് ലോൺ റീപേ ചെയ്യാൻ കഴിവില്ല എന്ന് വിചാരിക്കാം. അപ്പൊ അതിനകത്തുള്ള ഞാൻ പറഞ്ഞല്ലോ, ഒന്നില്ലെങ്കിൽ ആ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആരൊക്കെയാണോ ലോൺ കൊടുത്തത് അവർക്കോ അല്ലെങ്കിൽ അവരുടെ വെൻഡേഴ്സിനോ ആർക്ക് വേണമെങ്കിലും ഈ പറഞ്ഞ പോലെ നമുക്ക് ഇതിനെ NCLTയിലേക്ക് റെഫർ ചെയ്യാം. അതായത് ഇൻസോൾവൻസി ബാങ്ക്രപ്സി കോഡിൽ കൂടെ നമുക്ക് ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ച് തരൂ. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പൊ NCLTയിലേക്ക് ഇത് പോകുന്നു എന്നുള്ള ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത് NCLTയിൽ ഇങ്ങനെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ NCLT പഠിക്കുന്നു ഈ ഡെപ്റ്റ് ഒക്കെ ശരിക്കും ബാങ്കുകൾ തന്നിട്ടുണ്ടെങ്കിൽ ഇത് റീപേയ്മെന്റ് ചെയ്യാൻ കമ്പനിക്ക് പറ്റിയില്ലേ എന്നുള്ളതൊക്കെ ഓതന്റിസിറ്റി പഠിക്കുന്നതാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. എന്നിട്ട് അവർ മനസ്സിലാക്കുകയാണ് ഇത് ജെനുവിൻ ആണെന്നുണ്ടെങ്കിൽ അവർ ആ കേസ് അഡ്മിറ്റ് ചെയ്യും. അതാണ് വാക്ക്, അഡ്മിറ്റ് ചെയ്യും. NCLT കോടതിയിലേക്ക് ഇത് അഡ്മിറ്റ് ചെയ്യും, റെസൊല്യൂഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് അഡ്മിറ്റ് ചെയ്യും. മൂന്നാമത്തെ പരിപാടി എന്ന് വെച്ചാൽ അവർ ഒരു ഇൻസോൾവൻസി പ്രൊഫഷണൽ എന്ന് പറഞ്ഞ ഒരു വ്യക്തി, അതായത് ഇപ്പൊ ഒരു കമ്പനി നടത്താൻ ഒരു CEO അല്ലെങ്കിൽ ഒരു ചെയർമാനോ മാനേജിംഗ് ഡയറക്ടറൊക്കെ വേണ്ടേ. അപ്പൊ കമ്പനിക്ക് നാഥനില്ലാതെ അപ്പൊ ആ കമ്പനിയുടെ എക്സിസ്റ്റിംഗ് പ്രൊമോട്ടേഴ്സിനെയും മാനേജ്മെന്റിനെയും മാറ്റി വെച്ചിട്ട് ഇൻസോൾവൻസി പ്രൊഫഷണൽ എന്ന് പറയുന്ന ഒരു എക്സ്പേർട്ടിനെ അവിടെ കമ്പനി ഏൽപ്പിക്കുന്നു. ഈ കമ്പനിയുടെ ഡേ ടു ഡേ ഓപ്പറേഷൻസ് നടത്തുന്നത് ഇൻസോൾവൻസി പ്രൊഫഷണലാണ്. അതുകൂടാതെ കമ്പനിയുടെ ചെക്ക് സൈൻ ചെയ്യുന്നതും ബാങ്ക് അക്കൗണ്ടിലേക്കുള്ള മൂവ്മെന്റ് വരെ ഈ ഇൻസോൾവൻസി പ്രൊഫഷണലാണ് നടത്തുന്നത് എന്നുള്ളതാണ്. ഈ IP ഇൻസോൾവൻസ് പ്രൊഫഷണൽ എന്നുള്ള IP എന്നാണ് പറയുന്നത്. ഹി ടേക്സ് ഫുൾ കൺട്രോൾ ഓഫ് ദ കമ്പനി എന്നാണ്. ഓക്കെ, എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യും, ഈ കടം കൊടുത്ത എല്ലാവർക്കും ലെറ്റർ അയക്കും, എംപ്ലോയീസിന് അയക്കും, വെൻഡേഴ്സിന് അയക്കും, നിങ്ങൾക്ക് എത്ര കാശാണ് കിട്ടാനുള്ളത് എന്നുള്ളത് അയക്കും. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് അദ്ദേഹം മേടിച്ചു വയ്ക്കും. എന്നിട്ട് അദ്ദേഹം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞ് കുറച്ച് പേരെ വെച്ചിട്ട് ഒരു കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സ്. ഈ ക്രെഡിറ്റേഴ്സ് വെച്ചാൽ ആരുടെയൊക്കെയാണോ പൈസ കിട്ടാനുള്ളത്, നമ്മൾ പറഞ്ഞല്ലോ കൊളാറ്ററൽ കൊടുത്തിട്ടുള്ള ബാങ്ക് അല്ലാത്ത ബാങ്ക്, കൂടുതലും ബാങ്കിങ്ങിൽ നിന്നും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നും വെച്ചിട്ടായിരിക്കും ഈ ഒരു കമ്മിറ്റി ക്രിയേറ്റ് ചെയ്യണം. ഈ കമ്മിറ്റിയും ഇൻസോൾവൻസി പ്രൊഫഷണലും കൂടെ ചേർന്നാണ് ഇനിയുള്ള തീരുമാനങ്ങൾ കംപ്ലീറ്റ് എടുക്കുക. എന്നാൽ സാധാരണ ഷെയർ ഹോൾഡറെയും വെണ്ടറിനെയും ഒന്നും സാധാരണ ഇതിൽ ഉൾപ്പെടുത്താറില്ല. കാര്യം അവർക്ക് വലിയ വോട്ടിംഗ് റൈറ്റ് ഒന്നുമില്ല. അവരെ ഒരു മീറ്റിംഗ് കൂടിയിട്ട് അവരുടെ ഡിസ്കഷൻ, അവരുടെ അഭിപ്രായങ്ങൾ എടുക്കുന്നല്ലാതെ കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സ് കൂടുതലും പൈസ കൊടുത്ത ബാങ്കോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസോ തന്നെ ആയിരിക്കും. കൂടുതൽ വോട്ടുള്ളവർക്ക് കൂടുതൽ ലോൺ കൊടുത്തവർക്ക് കൂടുതൽ വോട്ട്. അങ്ങനെയാണ് അതിൻ്റെ ഒരു കണക്കായിട്ട് മുന്നോട്ട് പോകുന്നത്. എന്നിട്ട് അവരെല്ലാവരും കൂടെ ചേർന്ന് ഒരു റെസൊല്യൂഷൻ പ്ലാൻ സ്വീകരിക്കും. അതായത് എന്താണ് റെസൊല്യൂഷൻ പ്ലാൻ? ഈ കമ്പനിയെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ ഇല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും കമ്പനിക്ക് ഇതിനെ ബിഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കും. അതും കൂടെ ഇല്ലെങ്കിൽ മാത്രമേ ഇത് ലിക്വിഡേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ വേറെ ഏതെങ്കിലും കമ്പനിയെ നമുക്ക് ചെയ്യുമോ നോക്കും. ചെയ്യുമെങ്കിൽ അവരുടെ പ്ലാൻ സബ്മിറ്റ് ചെയ്യും. ആ പ്ലാൻ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞ് NCLTയിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരാൾ ടേക്ക് ഓവറിനായിട്ട് വരികയാണ്. ആ പ്ലാൻ കൊള്ളാമെങ്കിൽ അത് NCLTക്ക് ഇവർ റെക്കമെൻഡ് ചെയ്യും. ഇവരുടെ പ്ലാൻ നല്ലതാണ്,
എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ NCLT അത് അപ്രൂവ് ചെയ്തിട്ട് ഈ കമ്പനി അവർക്ക് കൊടുക്കും. ഇതാണ് ആ പ്രോസസ്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഭൂഷൺ പവർ ആൻഡ് സ്റ്റീലിന്റെ ഇഷ്യൂ ഇതേപോലെ വന്നപ്പോൾ ഏതാണ്ട് 50,000 കോടിക്ക് അടുത്തത് 47,000 ചില്ലുവാനം കോടിയാണ് ഭൂഷൺ സ്റ്റീലിനുള്ള ഇത്. ഏതാണ്ട് കുറേ ബാങ്കുകൾക്ക് കൊടുക്കാനുണ്ട്. അതായത് SBI, PNB, ബാങ്ക് ഓഫ് ബറോഡ, ഇന്ത്യൻ ബാങ്ക്, കാനറ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്. അതിൽ മെയിൻ എന്ന് പറഞ്ഞാൽ SBIയും PNB ആണ്. ആ SBI ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ഇൻസോൾവൻസിയിലേക്ക് ഇവരെ റെക്കമെൻഡ് ചെയ്ത് ഇവർക്ക് കൊടുത്തു. ഇതേപോലെ ഇൻസോൾവൻസി പ്രൊഫഷണലെ വച്ചു. കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സ് മെയിൻലി ഈ പറഞ്ഞ പോലെ SBIയുടെയും PNBയുടെയും ആൾക്കാരായിരുന്നു. ഇതെല്ലാം വെച്ച് നടത്തി മുന്നോട്ട് പോയി. ഏതാണ്ട് JSW സ്റ്റീൽ വന്നിട്ട് നമ്മുടെ പറഞ്ഞു 19,747, അതായത് ടോട്ടൽ ലോണിന്റെ 41% ഞങ്ങൾ കൊടുക്കാം, 19,700 കോടി കൊടുത്തിട്ട് ഞങ്ങൾ ഈ കമ്പനി റൺ ചെയ്യാം. ഓപ്പറേഷനിലുള്ള കമ്പനിയാണ്. അപ്പൊ ബാങ്കുകൾക്കും അക്സെപ്റ്റൻസ് ആയി. മുഴുവൻ കാശ് തിരിച്ചു കിട്ടിയില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു SBIക്കൊക്കെ നല്ലോണം കാശ്, SBIക്ക് എനിക്ക് തോന്നുന്നു 9,800 crores ആണ് SBI കൊടുത്തിരിക്കണല്ലോ. അപ്പൊ ഈ തിരിച്ചു കൊടുത്ത പ്ലാനിൽ JSW സ്റ്റീൽ പറയുന്നത് 3,930 തരാം. ഇപ്പൊ BOB 2,600 ടോട്ടൽ കൊടുത്തത്. അപ്പൊ ആദ്യം ഇനിഷ്യൽ സ്റ്റേജിൽ JSW പറയുന്നത് 1,050 തരാം. അങ്ങനത്തെ രീതിയിൽ ഈ ബാങ്കുകളുടെ അടുത്ത് പറഞ്ഞു മുഴുവൻ പൈസ ഞങ്ങൾ പതുക്കെ തരാം, ആദ്യം ഞങ്ങൾക്ക് ഇത്രയും തരാമെന്ന് പറഞ്ഞ് 19,700 കോടി കൊടുത്ത് ബാങ്കുകളെയൊക്കെ സഹായിച്ചിട്ട് JSW സ്റ്റീൽ പറഞ്ഞു ഞങ്ങൾ ഇത് ലൈവായിട്ട് നടത്തിക്കൊണ്ടുപോയാൽ പ്രശ്നമില്ലല്ലോ. അപ്പോൾ പറഞ്ഞു ബാങ്ക്സും പറഞ്ഞു പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ ഇഷ്യൂ മുന്നോട്ട് കൊണ്ടുപോയി. ബാങ്ക്സ് ഹാപ്പി ആയിരുന്നു, എല്ലാം ആയിരുന്നു. ഇത് ഉടൻ തന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ May 2 സുപ്രീം കോടതിയിലേക്ക് പോയത് ആരാന്നറിയോ? പഴയ പ്രൊമോട്ടേഴ്സ്, ഈ കള്ളത്തരം കാണിച്ച പ്രൊമോട്ടേഴ്സ് ജയിലിലാണെങ്കിലും അവർ പറഞ്ഞേക്കണെന്ന് വെച്ചാൽ കമ്പനിയുടെ വാല്യൂ ഞങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള ജസ്റ്റിസ് കിട്ടിയില്ല, ഞങ്ങൾക്ക് വേണ്ട പൈസ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല, 19,700 എന്ന് പറയുന്നത് വളരെ കുറവാണ് വാല്യുവേഷൻ എന്നുള്ള രീതിയിൽ പറഞ്ഞു. സുപ്രീം കോടതി അത് ശരിവെച്ചു എന്നല്ല. സുപ്രീം കോടതി ശരിവെച്ചിട്ട് ഇപ്പോൾ പറയുന്നത് ഭൂഷൺ സ്റ്റീലിനെ അങ്ങ് ലിക്വിഡേറ്റ് ചെയ്യണം. ഏത് JSW സ്റ്റീൽ എടുത്തിട്ട് അവരുടെ ഓപ്പറേഷൻസിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്ത് അവരിൽ JSW സ്റ്റീൽ ഒരുപാട് കാശും ഭൂഷൺ സ്റ്റീലിൽ ചെലവാക്കി എന്നുള്ള അതിന്റെ എക്സ്പാൻഷനൊക്കെ അതിന്റെ കപ്പാസിറ്റി ഒക്കെ ഒരുപാട് എക്സ്പാൻഡ് ചെയ്തു. അതൊക്കെ എക്സ്പാൻഡ് ചെയ്ത് കമ്പനി ലിക്വിഡേറ്റ് ചെയ്ത് പൈസകൾ തിരിച്ചെടുക്കണം എന്നാണ് ഈ പറയുന്നത്. ഇതിനകത്തുള്ള ഒരു കാര്യം വെച്ചാൽ നമ്മളെ പോലത്തെ ഷെയർ ഹോൾഡർ എവിടെ പോകുന്നതാണ്. ഇപ്പം സുപ്രീം കോടതി പറഞ്ഞ ഇപ്പൊ അല്ലെങ്കിൽ തന്നെ സുപ്രീം കോടതി വഖഫ് ബില്ലിന്റെ ഒക്കെ കേസിൽ സുപ്രീം കോടതി പാർലമെന്റ് പാസ്സാക്കി പ്രസിഡന്റ് ഒപ്പിടുന്ന ഒരു റൂളിന് എഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു തീരുമാനം കൊണ്ടുവരുന്നതിന് നമുക്ക് ഇന്ത്യൻ ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൽ തന്നെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സുപ്രീം കോടതി NCLT എന്ന് പറഞ്ഞ് പാർലമെന്റ് പാസ്സാക്കി കൊല്ലങ്ങളായിട്ട് എത്രയോ റെസൊല്യൂഷൻ നടത്തിയ കാര്യങ്ങളിൽ ഇപ്പൊ സുപ്രീം കോടതി ഇത് രണ്ടാമത്തെ പ്രാവശ്യം കേട്ടോ. ആദ്യത്തെ പ്രാവശ്യം ചെയ്യുന്നത് ജെറ്റ് എയർവേസിന്റെ കാര്യമില്ല. പക്ഷെ ജെറ്റ് എയർവേസ് ഓപ്പറേഷൻ അല്ലായിരുന്നു, ഭൂഷൺ സ്റ്റീൽ ഓപ്പറേഷൻ ആയിരുന്നു എന്നുള്ളതാണ്. അതാണ് ആ വ്യത്യാസം. റണ്ണിങ് കമ്പനി ആയിരുന്നു എന്നുള്ള. അപ്പൊ അതിനെ എങ്ങനെ വാല്യൂ വേണമെന്നുള്ളത് ഇപ്പൊ സുപ്രീം കോടതിക്ക് ഇത് എങ്ങനെയാണ് വാല്യൂ വേണ്ടതെന്ന് അറിയില്ല. സുപ്രീം കോടതി പറഞ്ഞ കാരണങ്ങൾ എന്നറിയോ? ഇൻസോൾവൻസി പ്രൊഫഷണൽ അയാളുടെ ഡ്യൂട്ടി കറക്റ്റായിട്ട് ചെയ്തിട്ടില്ല. JSW സ്റ്റീൽ ഇതിന്റെ എത്തിക്സും വാല്യൂസും ഒന്നും ഫോളോ ചെയ്തിട്ടില്ല ഇൻസോൾവൻസി പ്രോസസ്സിന്റെ. അത് മാത്രമല്ല കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സ് പഴയ പ്രൊമോട്ടേഴ്സിന്റെ ഒരു കോൺഫിഡൻസിലേക്ക് എടുത്തില്ല. അത് മാത്രമല്ല വാല്യൂ ചെയ്തത് വളരെ ചെറിയ വാല്യൂവിലാണ് വാല്യൂ ചെയ്തത് എന്നുള്ളതും കൂടെയാണ് ഇത് പറയുന്നത്. ഇപ്പൊ സുപ്രീം കോടതി വാല്യുവേഷന്റെ കാര്യങ്ങളിലേക്കൊക്കെ എടുക്കുകയാണ്. അതായത് നമ്മളൊരു കമ്പനി റണ്ണിങ് കമ്പനീനെ എങ്ങനെ വാല്യൂ ചെയ്യുന്നു, ഭൂഷൺ പവർ ആൻഡ് സ്റ്റീലിനെ പോലെ, അല്ലെങ്കിൽ പൂട്ടിയ ജെറ്റ് എയർവേസിനെ എങ്ങനെ വാല്യൂ ചെയ്യണമെന്നൊക്കെ ഉള്ളത് സുപ്രീം കോടതി തീരുമാനിച്ചു എന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യം. നമ്മളെ സംബന്ധിച്ച് ഒരു കാര്യമേ ഇതിനകത്ത് പറയാനുള്ളൂ ജാസ്മിൻ, ഇത് ആരുടെ തെറ്റാണെന്ന് അറിയില്ല. ഇപ്പൊ JSWന്റെ മുകളിലുള്ള ആരോപണം എന്താ? നേരായ രീതിയിൽ ഇത് ഫോളോ ചെയ്തില്ല. കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ബാങ്കിന്റെ ഹെഡുകളാണ് കേട്ടോ. ഈ ബാങ്കിന്റെ ഹെഡ് SBI അവർ വേണ്ട രീതിയിൽ ഇതിന്റെ വാല്യുവേഷൻ ചെയ്തില്ല. ഇൻസോൾവൻസി പ്രൊഫഷണൽ ചെയ്തുമില്ല. സുപ്രീം കോടതിയാണെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടുകയും ചെയ്തു. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റിനെ നമുക്ക് വിമർശിക്കാം, ജഡ്ജിനെ നമുക്ക് വിമർശിക്കാൻ പറ്റില്ല എന്നുള്ള. അപ്പൊ ഗവൺമെന്റ് ഇപ്പൊ പറയുന്നത് വെച്ചാൽ പിന്നെ എന്തിനാണ് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ്? അത് മാത്രമല്ല ഇനി ഏതെങ്കിലും കമ്പനി ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡിൽ നമ്മൾ വച്ചു കഴിഞ്ഞാൽ ഇനി ഏതെങ്കിലും സ്യൂട്ടേഴ്സ് വരുമോ, അല്ലെങ്കിൽ ആരെങ്കിലും ഏറ്റെടുക്കാനായിട്ട് വരുമോ? ഇതൊരു ക്രൈസിസ് ഓഫ് കോൺഫിഡൻസ് അല്ലേ? നമ്മൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഫോറിൻ കമ്മ്യൂണിറ്റിയും ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിക്കും ഗ്ലോബൽ എക്കണോമിക്കും മുന്നിൽ നമ്മൾ വെക്കുമ്പോൾ ഇതേപോലത്തെ ഒരു റൂള് റിഗ്രസീവ് ആയിട്ടുള്ള സ്റ്റെപ്പ് അല്ലേ സുപ്രീം കോടതി ചെയ്ത? എല്ലാ കാര്യത്തിലും കയറി ഇടപെടേണ്ട കാര്യമുണ്ടോ? ഇതെല്ലാം സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ NCLT എന്ന് പറഞ്ഞ ഒരു ട്രൈബ്യൂണൽ വെച്ചിട്ട് ഇൻസോൾവൻസി പ്രോസസ്സ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നൊക്കെയുള്ള. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചുള്ള ഒരു പ്രോബ്ലം വെച്ചാൽ ഇപ്പൊ എല്ലാവരും ഇതിനകത്ത് തെറ്റുകാരല്ലാത്തത് ഇതിനെയൊക്കെ വിശ്വസിച്ച ഷെയർ ഹോൾഡേഴ്സും സിറ്റിസൺസ് ഓഫ് ഇന്ത്യ മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യമാണ് ഇതിനകത്തുള്ള കാര്യം. അപ്പൊ ഇതാണ് ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ പ്രശ്നം. ഇതിന് ഗവൺമെന്റ്
ഗവൺമെന്റും സുപ്രീം കോടതിയും കമ്പനികളും എല്ലാം കൂടെ ചേർന്ന് അവർ ഇതിനകത്തൊരു സൊല്യൂഷൻ വരുന്നതായിരിക്കും നല്ല. അല്ലാണ്ട് സാധാരണക്കാരായ നമ്മളെപ്പോലെ നമ്മൾ ഈ കമ്പനി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഈ കമ്പനിയുടെ പ്രൊഡക്ഷൻ കേപ്പബിലിറ്റിയും അതിന്റെ റവന്യൂ പൊട്ടൻഷ്യലും അതിന്റെ പ്രോഫിറ്റ് റിയലൈസേഷനും അതിന്റെ എഫിഷ്യൻസിയും ഒക്കെ വെച്ചാണ്. എത്രയോ കൊല്ലം മുമ്പേ കഴിഞ്ഞ ഒരു റെസൊല്യൂഷന് വേണ്ടിയിട്ട് നമ്മളെല്ലാം സ്റ്റാൻഡ് എടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അതിലാണ് നമുക്ക് ഈ പറയുന്ന പോലെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് വളരെ വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ഇതിനകത്തുള്ള ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞത് ഈ ഭൂഷൺ പവർ ആൻഡ് സ്റ്റീൽ JSWന്റെ ടോട്ടൽ അസറ്റ്സിന്റെ 11.5% ആണ്. ഓക്കെ, അതായത് കൺസോളിഡേറ്റഡ് നെറ്റ് സെയിൽസ്, JSWന്റെ കൺസോളിഡേറ്റഡ് നെറ്റ് സെയിൽസിന്റെ 12.5% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഭൂഷൺ പവർ ആൻഡ് സ്റ്റീൽ ആണ്. അതുകൂടാതെ പ്രോഫിറ്റിന്റെ JSWന്റെ ടോട്ടൽ പ്രോഫിറ്റ്സിന്റെ 8% അതിനകത്ത് വരുന്നത്. ഇതിനകത്ത് വരുന്ന മാർക്കറ്റ് ക്യാപ്പ് ഇമ്പാക്റ്റ്, അതായത് ഇപ്പം നമ്മൾ പറയാണ് ഈ കൊടുത്ത 19,700 കോടി കൊടുത്തിട്ടാണല്ലോ JSW സ്റ്റീൽ ആൻഡ് പവറിനെ ജിണ്ടാൽ എടുക്കുന്നത്. അത് മാത്രമേ കിട്ടുള്ളൂ. അല്ലാതെ JSW എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ കാശ് ചെലവാക്കിയിട്ടില്ലേ, അതും കിട്ടില്ല. ബാക്കിയൊന്നും കിട്ടൂല. ലിക്വിഡേഷനിലേക്കാണ് പോണത്. നമ്മൾ ഉള്ള കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ റിസർച്ച് ഡിപ്പാർട്ട്മെന്റിൽ റമീസും കേദാർ പ്രഭുവും നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് മാർക്കറ്റ് ക്യാപ്പിന്റെ ഇമ്പാക്ട് 5% ആണ്. അതായത് ഏതാണ്ട് എന്താ പറയുക 11,400 crore ഇമ്പാക്ട്, അതായത് പെർ ഷെയറിൽ 47 രൂപ ആണ് ഇമ്പാക്ട് വരുന്നതെന്നാണ് ഒരു റഫ് ഫിഗർ വേഴ്സ് കം വേഴ്സ് സിനാരിയോയിൽ നമുക്ക് മനസ്സിലായിരിക്കുന്നത്. അത് ഓൾറെഡി വെള്ളിയാഴ്ച തന്നെ എനിക്ക് തോന്നുന്നു 972 ആയി 5% താഴെ പോയി. അപ്പോൾ ഏതാണ്ട് 56 രൂപ താഴെ പോയത് കാരണം അത് ഡിസ്കൗണ്ട് ചെയ്തു എന്നാണ് നമുക്ക് ഇനിഷ്യൽ ട്രെൻഡ് മനസ്സിലാക്കണം. ബട്ട് ഈവൻ ദെൻ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, JSW Steel is trading at a astronomical 72 PE, which is high for a metal commodity company, considering the profit efficiency to അതർ ഗ്ലോബൽ ലീഡേഴ്സ് എന്നുള്ളത് കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതാണ് JSW സ്റ്റീലിന്റെ കാര്യം. ഇനി JSW സ്റ്റീലിന് ചെയ്യാൻ പറ്റുന്നത് ഇതിന് അപ്പീൽ പോവാം. ഗവൺമെന്റ് ഇതിനകത്ത് ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്, എന്താണ് ഇതിന്റെ ഇമ്പാക്ട് എന്ന് പഠിക്കാനായിട്ട്. ഹോപ്പ്ഫുള്ളി JSW സ്റ്റീൽ കയ്യിലുള്ള ഷെയർ ഹോൾഡേഴ്സ് വിഷമിക്കാതിരിക്കുക, നമുക്ക് വരും, കാര്യങ്ങൾ ശരിയാവും. പിന്നെ ഈ പറഞ്ഞില്ലേ, മാർക്കറ്റിൽ ഏതെങ്കിലും ഒരു കമ്പനി ഓവർ വാല്യൂഡ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനായിട്ട് ഒരു റീസൺ മുകളിൽ നിന്ന് താഴേക്ക് വരും എന്ന് പറയും പോലെ ആയിപ്പോയി. JSW സ്റ്റീൽ അത്രയ്ക്ക് അസ്ട്രോണമിക്കൽ വാല്യൂഷനിലാണ് ട്രേഡ് ചെയ്യുന്നത് കമ്പയർഡ് ടു അതർ സ്റ്റീൽ സ്റ്റോക്ക്. അതിന് ഇതൊരു റീസൺ ആയി എന്ന് പറഞ്ഞ് മാത്രം നമ്മൾ വെക്കുന്നേ ഉള്ളൂ. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് JSW സ്റ്റീലുമായി ബന്ധപ്പെട്ടുള്ളൊരു അപ്ഡേഷൻ ആയിരുന്നു. കഴിഞ്ഞ ഒരു വെള്ളിയാഴ്ചത്തെ ഒരു ടോപ്പ് ലൂസർ ആയിരുന്നു JSW സ്റ്റീൽ. ഇന്നും ഇപ്പോൾ പരിശോധിക്കുമ്പോഴേക്കും ഏകദേശം ഒരു 1% അടുത്തൊരു ഇടിവിൽ 964.1 എന്നൊരു നിലയിലേക്കാണ് എത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും സുപ്രീം കോടതിയുടെ അടക്കമുള്ള ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള പ്രതികൂല നടപടികളൊക്കെ ഓഹരികളെ വലിയ തോതിൽ നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട്. JSW സ്റ്റീലിനെ സംബന്ധിച്ച് താങ്കളൊരു ലോങ് ടേം പെർസ്പെക്റ്റീവ് എന്താണ്? JSWന്റെ കേസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് 1080 രൂപയ്ക്ക് അടുത്തൊരു ഡബിൾ ടോപ്പ് പാറ്റേൺ കാണാൻ സാധിക്കുന്നത്. അതിനെ തുടർന്നായിരുന്നു JSWയുടെ കേസിൽ കഴിഞ്ഞ ബുധനാഴ്ച മുതൽ തന്നെ നമുക്ക് സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിച്ചത്. നാച്ചുറലി വെള്ളിയാഴ്ചത്തെ ആ ഒരു വലിയ സെൽ ഓഫിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിയിട്ടുണ്ട്. ബട്ട് ഈ ഒരു കോൺട്രാക്റ്റിൽ നമ്മൾ ലോങ് ടേം ഇൻവെസ്റ്റർ ആണെങ്കിൽ ഞാൻ ഒരിക്കലും പാനിക് സെല്ലിങ്ങിലോട്ട് പോകാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല. ഇതിന്റെ മെയിൻ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 900 രൂപയിൽ JSW സ്റ്റീലിന് വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് ഉണ്ട്. ആൻഡ് അറ്റ് ദിസ് മൊമെന്റ് എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുന്നു. ബട്ട് നമ്മളൊരു ഷോർട്ട് ടേം ട്രേഡിങ്ങിന് വേണ്ടി ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ അടുത്ത 2-3 സെഷൻസിൽ ഐ എം എക്സ്പെക്ടിങ് ഷോർട്ട് കവറിംഗ് നടക്കുന്ന സമയത്ത് 1000 മുതൽ 1040 രൂപ ഈ ഒരു റേഞ്ചിൽ നമുക്ക് പൊസിഷൻ റെഡ്യൂസോ വൈൻഡപ്പോ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ വി ക്യാൻ ഡെഫിനറ്റ്ലി ലുക്ക് അറ്റ് ദാറ്റ്. ഈ ജിണ്ടാൽ JSW സ്റ്റീലിന്റെ ഈ കാര്യത്തിൽ ഇവിടെ സംഭവിച്ചല്ലോ, കോർട്ട് ഇടപെട്ട് NCLTയിൽ റെസൊല്യൂഷൻ കഴിഞ്ഞ ഒരു കാര്യത്തിനെയാണ് കോർട്ട് അതിനെ ഇടപെട്ടിട്ട് തിരിച്ചതിനെ എന്താ പറയാ കംപ്ലീറ്റ് ആയിട്ട് അതിനെ എന്താ പറയാ സ്ക്രാപ്പ് ചെയ്തിട്ട് അവർ തിരിച്ച് ലിക്വിഡേഷൻ പ്രോസസ്സിൽ പോകണം എന്നുള്ളതാണ്. ഈ ലിക്വിഡേഷൻ പ്രോസസ്സിൽ നമ്മൾ ഈ മരട് ഫ്ലാറ്റ് പൊളിച്ചപ്പോൾ എന്താ അവർ പറഞ്ഞത്, കോസ്റ്റൽ റെഗുലേഷൻ സോണിന്റെ ക്ലിയറൻസ് ഇല്ലാത്തതുകൊണ്ട് ആ സമയത്ത് പണിതത് കാരണം അതിനെ പൊളിച്ചിട്ട് ഇനിയിപ്പോ വേണമെങ്കിൽ അവിടെ വീണ്ടും പണിയാം എന്നുള്ളതാണ് ഈ പറഞ്ഞതെന്ന് പറഞ്ഞ പോലെ. ഇതിന്റെ ഏറ്റവും വലിയ രസം എന്താണെന്നറിയോ, JSW സ്റ്റീലിന് തന്നെ വീണ്ടും ഭൂഷൺ പവർ ആൻഡ് സ്റ്റീലിന് ബിഡ് ചെയ്യാം എന്നുള്ള. അപ്പൊ അതിന് റെസ്ട്രിക്ഷൻസ് ഒന്നും ഇതുവരെ കോടതി പറഞ്ഞിട്ടില്ല. ഞാൻ ജഡ്ജ്മെന്റ് വായിച്ചിട്ടില്ല. ജഡ്ജ്മെന്റ് വായിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ജഡ്ജ്മെന്റ് വായിച്ചതിന് ശേഷം ഞാൻ തീർച്ചയായിട്ടും എനിക്ക് ജഡ്ജ്മെന്റ് വായിക്കുന്നതിന് കൂടെ തന്നെ ഈ അപ്പീൽ എന്താണ് ഈ പഴയ പ്രൊമോട്ടേഴ്സ് കൊടുത്തത്, എന്താണ് ആ പ്ലീഡിംഗ് എന്നുള്ളതും കൂടെ എനിക്കൊന്ന് പഠിക്കേണ്ടി വരും. ഞാനൊരു കോർപ്പറേറ്റ് അഡ്വക്കേറ്റ് ഒന്നുമല്ല, പക്ഷെ നമുക്കറിയാവുന്ന ലിമിറ്റഡ് ഇൻഫർമേഷനിൽ അതൊന്ന് ഡെസിഫർ ചെയ്തിട്ട് ജനങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. കാര്യത്തിൽ കോടതി ഇടപെട്ട ഒരു കാര്യത്തിനെ കുറിച്ച് ഞാൻ പേഴ്സണലി സന്തോഷമല്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇതിന്റെ പ്രശ്നം എന്തെന്നറിയോ,
നമ്മൾ ഏതാണ്ട് എത്രയോ കേസുകൾ, അതായത് ഡേർട്ടി ഡസൻ എന്നാണ് RBI കുറെ കമ്പനികളെ പറഞ്ഞിരുന്നത്. നമ്മളത് കുറെ ആംടെക് കോട്ടോക്കിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നല്ലോ. ഏതാണ്ട് 3.5 ലക്ഷം കോടിയുടെ ആണ് ഈ പറയുന്ന പോലെ ഈ NCLT അല്ലെങ്കിൽ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കൂടിയുള്ള പ്രോസസ്സിൽ കൂടി പോകുന്നത്, അല്ലെങ്കിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ പോയി കഴിഞ്ഞത്. ഓക്കെ, ഇതിലേക്ക് സുപ്രീം കോടതി ഇടപെട്ടപ്പോൾ ഇപ്പൊ ഈ എല്ലാ ഈ കമ്പനികൾക്കും ഈ റീപേയ്മെന്റ്, ബാങ്ക്സിന് റീപേയ്മെന്റ് കേപ്പബിലിറ്റി ഇല്ലാത്തോണ്ടാണ്, ഈ കമ്പനിക്ക് റീപേയ്മെന്റ് കേപ്പബിലിറ്റി ഇല്ലാത്തോണ്ടാണല്ലോ NCLT വഴി റെസൊല്യൂഷന് പോകുന്നത്. എത്രയോ ബാങ്കുകൾ 3.5 ലക്ഷം കോടി വരുന്ന പൈസ ഈ 12 കമ്പനികൾക്ക് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ മറ്റുള്ള കഴിഞ്ഞ കമ്പനികൾ അല്ലെങ്കിൽ ഇനി നടക്കാൻ പോകുന്ന കമ്പനി, റെസൊല്യൂഷൻ നടക്കാൻ പോകുന്ന കമ്പനികളുടെ പ്രൊമോട്ടേഴ്സ് ഈ ഒരു ജഡ്ജ്മെന്റ് എടുത്തൊരു കേസ് സ്റ്റഡി ആയിട്ട് വെച്ച് അല്ലെങ്കിൽ റെഫറൻസ് ആയിട്ട് വെച്ചിട്ട് ഈ കമ്പനികളെ വീണ്ടും അവർ ഫൈറ്റ് ചെയ്തിട്ട് സുപ്രീം കോടതി അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ ഈ പറയുന്ന NPA തിരിച്ച് ബാങ്കിലേക്ക് വരില്ലേ? ഇപ്പൊ ഈ JSW സ്റ്റീലിന്റെ കാര്യം തന്നെ ഒരു ഡേഞ്ചർ എന്താണെന്നറിയോ? ഈ JSW സ്റ്റീലിൽ ഇപ്പൊ 19,700 കോടി മാത്രം JSW സ്റ്റീലിന് കൊടുക്കുന്നു. ഭൂഷൺ പവറിനെ തിരിച്ചവര് ഈ പറയുന്ന പോലെ കോടതി പറയുന്ന പോലെ എടുത്തിട്ട് എന്താ പറയുക, അത് ലിക്വിഡേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ കടം തിരിച്ചു കിട്ടിയോ അതെല്ലാം ഈ എന്താ പറയുക പ്രൊവിഷൻസ് ആയിട്ട് ബാങ്കിന് മാറ്റേണ്ടി വരും. അതായത് ഇനി വരാൻ പോകുന്ന ക്വാർട്ടറിൽ ഇത് ഇമീഡിയറ്റ് ആയിട്ട് നടക്കുന്നെങ്കിൽ ഇനി വരാൻ പോകുന്ന ക്വാർട്ടറിൽ ഭൂഷൺ പവർ ആൻഡ് സ്റ്റീലിന് കൊടുത്ത എല്ലാ കടങ്ങളും ഇവര് ടെമ്പററി ആയിട്ടെങ്കിലും പ്രൊവിഷൻ ആയിട്ട് മാറ്റി വെക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പം ജിൻഡാൽ സ്റ്റീലിന്റെ കേസിലും ഭൂഷൺ പവറിന്റെ സ്റ്റീലിലും മാത്രം അവർക്ക് കൊടുത്തിരിക്കുന്ന പൈസ പ്രൊവിഷൻസ് ആയിട്ട് മാറ്റിവെക്കുകയും മറ്റുള്ള കമ്പനികളുടെ പ്രൊമോട്ടേഴ്സ് ഇതേപോലെ കേസിന് പോയി, പ്രൊമോട്ടേഴ്സ് മാത്രം വേണമെന്നില്ല, ഒരു വെണ്ടറിനും പോവാം. ഒരു വെണ്ടറിനും, അതായത് നമ്മൾ ഓല ഇലക്ട്രിക്കിന്റെ കേസിൽ പോയില്ലേ, അതേപോലെ ഒരു വെണ്ടറിനും പോവാം. പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിന്റെ NPA കൂട്ടാൻ വേണ്ടിയിട്ടാണോ ഈ പറഞ്ഞ പോലെ സുപ്രീം കോടതിയുടെ ഡിസിഷൻ എന്നുള്ളത് നമ്മളൊന്ന് എന്താ പറയുന്ന ആലോചിക്കേണ്ടിയിരിക്കുന്നുള്ളൂ. ശരിക്കും ഇതിന്റെ ഇമ്പാക്ട് വളരെ വലുതാണ് കേട്ടോ. ഗവൺമെന്റ് ഇതിനകത്ത് എന്തെങ്കിലും ഒരു കാര്യം അതിനകത്തേക്ക് കൊണ്ടുവരണം. പ്രസിഡന്റ് ഓഫ് ഇന്ത്യയും ഇതിനകത്ത് ഇടപെടണം എന്നാണ് എന്റെ അഭിപ്രായം. കാര്യം കോടതി ഇപ്പൊ കൊണ്ടുവന്നേക്കണം, ഓഫ് കോഴ്സ് നാച്ചുറൽ ജസ്റ്റിസ് അവർക്ക് കൊടുക്കണം. ഇതൊക്കെ ചെയ്യേണ്ട സമയത്താണ് ചെയ്യണത്. ഇതെല്ലാം കഴിഞ്ഞ് സാധാരണ ഷെയർ ഹോൾഡേഴ്സിന്റെ തലയ്ക്ക് ഇത് വരാൻ പാടില്ല. ബാങ്കുകൾ നമ്മൾ എപ്പോഴും അന്തസ്സോടുകൂടി ഇന്ത്യൻ മാക്രോ എക്കണോമിയെ കുറിച്ച് പറയുമ്പോൾ ബാങ്ക്സ് ആർ വെൽ ക്യാപിറ്റലൈസ്ഡ് ആൻഡ് NPAs ആർ ഇൻ കൺട്രോൾ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഈ ഒരു ജഡ്ജ്മെന്റ് ഒരു ബ്ലാക്ക് മാർക്കായിട്ട് വന്നേക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കും എന്നുള്ള JSW സ്റ്റീലിന്റെ ഒരു കാര്യം. JSW സ്റ്റീലും കൂടെ തെറ്റ് ചെയ്തു എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. നമ്മളിപ്പോ പറയുന്നത് എന്താ, ബ്ലൂ ചിപ്പ് മേടിച്ചു കഴിഞ്ഞാൽ യാതൊരു റിസ്ക്കും ഇല്ലെന്ന്. JSW ബ്ലൂ ചിപ്പ് അല്ലേ? JSW എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ ലാർജ് കമ്പനിയല്ലേ. അപ്പൊ ഇതിനകത്ത് ബ്ലൂ ചിപ്പ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് എന്നൊന്നുമില്ല. അപ്രൈറ്റ് പ്രൊമോട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അപ്രൈറ്റ് പ്രൊമോട്ടേഴ്സ് ആണ്. അത് ഏത് കമ്പനി ആണെങ്കിലും ഏത് മാർക്കറ്റ് ക്യാപ്പിലാണ് അത് ആപ്ലിക്കബിൾ ആണെന്നുള്ളതാണ്. പിന്നെ ഒരു പക്ഷേ ഒരു ലാർജ് ക്യാപ്പ് കമ്പനി ആയതുകൊണ്ടും അതിന്റെ റവന്യൂ വലുതായതുകൊണ്ടും അതിന്റെ സസ്റ്റെയിൻ ചെയ്ത് പോകാനുള്ള കാര്യങ്ങൾ എളുപ്പമായിരിക്കും എന്നുള്ളത്. പക്ഷേ അവരങ്ങനെ ഒരു പ്രവൃത്തി കാണിച്ചു എന്നാണ് സുപ്രീം കോടതി ഇവിടെ കോട്ട് ചെയ്തേക്കുന്നത്. ഇപ്പൊ JSW സ്റ്റീലും കൂടെ ഈ ഷെയർ ഹോൾഡേഴ്സിന് ഈ അനുഭവം കിട്ടാനായിട്ട് JSW സ്റ്റീലിന്റെ മാനേജ്മെന്റും കൂടെ ഇതിനകത്ത് സജ്ജൻ ജിൻഡാലും അദ്ദേഹത്തിന്റെ മാനേജ്മെന്റ് ടീമും കൂടെ റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്നുള്ളത് നമ്മൾ പറഞ്ഞു വെക്കും.